അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മോൾ ഓഫ് ട്രാവൻകൂറിലെ ടോണി ആൻഡ് ഗൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സലൂണിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ത്രെഡിങ് ആണ്. ത്രെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ തൃഷയാണ്. ഹായ് തൃഷ. അപ്പോൾ ത്രെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ തൃഷ പറഞ്ഞിരിക്കുന്നത് കൺസൾട്ടേഷൻ ആണ് കേട്ടോ. കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ക്ലയൻറ്റിന് എന്താണോ ആവശ്യം, അതായത് ചിലർക്ക് നൈസായിട്ട് എടുത്താൽ മതി എന്ന് പറയും, ചിലർക്ക് തിക്ക് ഹെയർ വേണമെന്ന് പറയും, ചിലർ കുറച്ച് നീളം വേണമെന്ന് പറയും. അങ്ങനെ ഓരോ ആഗ്രഹങ്ങളുമായിട്ട് വരുന്ന ക്ലയൻസ് ആണ്. അപ്പം അവരോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചറിയുകയാണ് ആദ്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ തൃഷ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തൃഷ ഒരു ഐബ്രോ പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത്. ഈ ഐബ്രോ പൗഡർ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് തടിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഈ സ്കിൻ പീലാവും. ചിലപ്പോൾ നമ്മൾ ത്രെഡ് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പീലാവാനോ മുറിയാനോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐബ്രോ പൗഡർ ആദ്യം തന്നെ ഇട്ട് കൊടുത്തത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ആദ്യത്തെ ആ ഒരു ഹെയർസ്, കുഞ്ഞു ഹെയർസ് ഉണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ക്ലയൻറ്റിനോട് കൺസൾട്ട് ചെയ്ത സമയത്ത് ക്ലയൻറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു തിക്ക് ഐബ്രോസ് ആണ് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പിന്നെ ഈ സൈഡിൽ ഈ ലാസ്റ്റത്തെ പോർഷൻസ് അധികം കട്ടാവരുത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴെന്ന് പറയുമ്പം തിക്ക് ഐബ്രോസ് ആണ് ഫാഷനും. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മുടെ തൃഷ ഇപ്പോൾ ത്രെഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ത്രെഡ് ചെയ്യുന്നവർക്ക് അറിയാം, എപ്പോഴും എടുക്കുന്ന സമയത്ത് ഔട്ട്ലൈൻ അല്ല, നമ്മൾ ത്രെഡ് ഫുൾ ചെയ്യുന്ന സമയത്ത് ഒരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു വേദന ഉണ്ടായിരിക്കും. അതെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആ വേദന ഒന്ന് കുറഞ്ഞു കിട്ടാനും ആ സ്കിന്നൊന്ന് വലിഞ്ഞു വരാനും എളുപ്പത്തിന് മുടി പോരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഐബ്രോസ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതായത് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം എടുത്താൽ മതി, തിക്ക് ലെയറാണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഹെയറിലേക്ക് പോയിരിക്കുകയാണ്, ഐബ്രോ ഹെയറിലേക്ക് പോയിരിക്കുകയാണ്. Because she don't want to remove from here. Okay, so little extras only. She wants to remove extras only. എക്സ്ട്രാസ് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ക്ലയൻറ്റ്. അതുകൊണ്ട് ഒരുപാട് റിസ്കിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ എൻഡിലുള്ള ആ ഒരു ഹെയറും ഒരുപാട് പോവേണ്ട കാര്യമില്ല. ആ ഒരു എക്സ്ട്രാസ് വരുന്നത് ഇവിടെയാണല്ലോ. അപ്പോൾ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൃഷ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഈ ഐബ്രോസിൽ തിക്ക് ഹെയർ വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ തൃഷ ഷെയർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കാസ്റ്റർ ഓയിൽ വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ അതിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഓർമ്മിച്ച് വെച്ചിട്ട് ഇന്ന് തൊട്ട് തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു തിക്ക് ഹെയർ വേണമല്ലോ. അപ്പം അവിടെ നമ്മൾ ഒരുപാട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ കോം ചെയ്ത ശേഷം എക്സ്ട്രാ നീളത്തിന് ഹെയർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൃഷ. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഫാഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, തിക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ തൃഷ. എല്ലാവർക്കും അതാണ് ഇഷ്ടം. കാരണം തിക്ക് ഹെയർസ് ആണെങ്കിൽ നമുക്ക് പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ മുടി ഭയങ്കര തിന്നായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. After this we can put a moisturizer. We can put
aloe vera also, aloe vera Aloe gel. vera. Yes. Okay. Massage, little bit massage will be do. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ ത്രെഡിങ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ചെറിയൊരു മസാജ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അലോവേര ജെല്ലും ഇടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കൂളിംഗ് ജെൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. കാരണം ഒരു ചെറിയ ചൂടും അതുപോലെ ഒരു ചെറിയ വേദനയൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് കുറച്ച് തണുപ്പ് കിട്ടുമ്പോൾ ഒരു നല്ലൊരു സുഖമാണ് കേട്ടോ. If there is sensitive skin, we can put ice cubes also and aloe vera gel. Okay, fine. Along with aloe vera gel or? Ice cubes. First we put ice cubes. After that we put aloe vera gel. Okay, okay. അതായത് സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു തടിപ്പൊക്കെ വരാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ഡയറക്ട്ലി വെച്ച് കൊടുക്കാറുണ്ട്. അതിനുശേഷം അലോവേര ജെല്ല് വെച്ച് കൊടുക്കാം. So you will change this thread instead of if somebody have sensitive skin or like that? No, we can put this thread. We can use this thread also, and we can put little water. Water, okay. Water. For sensitive skin. For sensitive skin. Okay, fine. അപ്പോൾ ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ചോദിക്കുകയായിരുന്നു, ഇതിപ്പോൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്, റൈറ്റ്? കോട്ടൺ, ഓക്കെ. ഓർഗാനിക് കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്തതെന്ന് ഓർഗാനിക് കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഈ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് ത്രെഡിന് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളൊന്ന് വെറ്റാക്കണം അല്ലേ, കുറച്ച് വെറ്റാക്കിയ ശേഷം സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വെച്ചിട്ട് ത്രെഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ത്രെഡിങ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് മാത്രമേ ചെയ്തു തരുള്ളൂ. പിന്നെ ത്രെഡിങ്ങിൻ്റെ വേദന നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കുഞ്ഞു വേദന കാണും, പക്ഷെ എന്നാലും അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വലിയ മാറ്റമാണ്. കാരണം നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് ചേഞ്ച് ആവുകയാണ്. അപ്പം അതുകൊണ്ട് ത്രെഡിങ്ങിൻ്റെ കാര്യത്തിൽ ത്രെഡിങ് ചെയ്തിട്ടില്ലാത്തൊരു മടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു ത്രെഡിങ് നമുക്ക് കാണിച്ചു തന്ന തൃഷ്ണയ്ക്ക് നന്ദി.